മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിനെ തുടർന്ന് അധ്യാപകനോടുള്ള പെരുമാറ്റത്തിൽ മാപ്പ് ചോദിച്ച് പാലക്കാട് തൃത്താലയിലെ 17-കാരൻ. വിദ്യാർത്ഥിയുടെ മാപ്പപേക്ഷ അംഗീകരിച്ച അധ്യാപകർ കേസുമായി മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചു. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം ഇതേ സമയം നിഖിൽ കൊണ്ടുവന്ന ഒരു വാർത്ത, ആ വാർത്ത പുറം ലോകം അറിയുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മുഖം മറയ്ക്കാതെ വീഡിയോ വൻതോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ആ വീഡിയോ ചിത്രീകരിച്ച അധ്യാപകനെതിരെയും വിമർശനം വരുന്നു. ഇന്ന് രാവിലെ പശ്ചാത്താപമുണ്ട്, മാനസാന്തരമുണ്ട്, ക്ഷമ പറയാൻ തയ്യാറാണെന്ന് കുട്ടി പറയുന്നു. അപ്പോൾ ഒരു കുട്ടിയെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നു. ഇപ്പോൾ ഇതൊരു ശുഭ പര്യവസായിയായി മാറുകയാണ് എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും കൃഷ്ണ, ഗുഡ് ഈവനിങ് 4 പേർക്കും. സത്യത്തിൽ ആ 17-കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിനേക്കാൾ ഇരട്ടിയിലോ അല്ലെങ്കിൽ അതിലിരട്ടിയോ ഒക്കെ പ്രായമുള്ള ആളുകൾ ആ വീഡിയോ പ്രചരിപ്പിക്കാൻ കാണിച്ച അമിത താല്പര്യം അത് വിഷമകരം തന്നെയാണ്, ദുഃഖകരം തന്നെയാണ്. ആ കുട്ടിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച നമ്മൾ ഉൾക്കൊള്ളുന്നു. അതേസമയം തന്നെ ആ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതിലും അതിൽ പ്രയാസമുണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുന്ന ഒരു ശുഭ പര്യവസായിയായി ഈ സംഗതി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ തൃത്താല പോലീസ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഈ കുട്ടിയെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ഇവരുമായി സംസാരിച്ചു. അതിൽ നിന്ന് കുട്ടി നേരിട്ട് അധ്യാപകരോട് തനിക്കുണ്ടായ തെറ്റിന് മാപ്പ് പറയുകയും തനിക്ക് ആ സ്കൂളിൽ തന്നെ ചേർന്ന് പഠിക്കണം എന്നുള്ള അവരുടെ താല്പര്യം അറിയിക്കുകയും ചെയ്തു. അധ്യാപകർ ഇരുകൈയും നീട്ടി ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. അടുത്ത ദിവസം തന്നെ കുട്ടിക്ക് ആ സ്കൂളിൽ വന്ന് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും, മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് അധ്യാപകർ തന്നെ ഉറപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രധാന അധ്യാപകൻ തന്നെ പറയുന്നത് ഈ കുട്ടിയെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ തങ്ങൾക്ക് ആർക്കും തന്നെ ആഗ്രഹമില്ല. അവനുണ്ടായ തെറ്റ് അവൻ തിരിച്ചറിഞ്ഞാൽ മതിയായിട്ടുള്ള കൗൺസിലിംഗ് അടക്കം ഈ കുട്ടിക്ക് ലഭ്യമാക്കുമെന്ന് പ്രധാന അധ്യാപകൻ ഉറപ്പ് നൽകുന്നുണ്ട്. രക്ഷിതാക്കളും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ മുഖം മറയ്ക്കാതെയും മറ്റും പലരും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി കുട്ടിക്കെതിരെ പ്രതിഷേധമുയർത്തിയതും ഒക്കെ കണ്ടു. അതൊക്കെ ആ കുടുംബത്തിന് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു. എന്തായാലും അതിലിപ്പോൾ വലിയ രീതിയിലുള്ള മാനസാന്തരം തനിക്കുണ്ട്. അപ്പോൾ തനിക്ക് വലിയ ദുഃഖമുണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. എന്തായാലും +1 കാരനാണ്, വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചു കൊടുക്കാവുന്നതാണ് ആ 17-കാരനോട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആ ദൃശ്യങ്ങൾ കണ്ട് ഹൃദയത്തിൽ മുറിവേറ്റ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് മാപ്പ് കൊടുക്കാവുന്നതാണ്. കാരണം അവൻ ആ തെറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനെ ഇരയാക്കപ്പെടേണ്ടി വന്ന അധ്യാപകർ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനി അത് പ്രചരിപ്പിക്കപ്പെടാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളിലേക്ക് മാത്രമാണ് അയച്ചു കൊടുത്തത്, അല്ലാതെ പുറത്തേക്ക് അത് നൽകിയിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ദൃശ്യം പുറത്തു പോയത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് കൃഷ്ണ. ശരി, എന്തായാലും നല്ല അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മക്കളെ പോലെയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ അവർ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കും. തെറ്റാർക്കും പറ്റാം, പക്ഷേ അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പ് അത് നല്ല കാര്യം തന്നെയാണ്.